മുടക്കും എന്നുള്ളത് അതിനാണ് എനിക്ക് വയ്യ. പക്ഷെ വേറെ നിവർത്തിയില്ല. സ്കൂൾ അടച്ചെന്നൊക്കെയാണല്ലോ ഒരു കൊളാശായിരിക്കും. കിത്തന ഹോ ജായേഗാ? മാസത്തിലൊരു 3 തവണയിലും സൈക്കിൾ പണി മുടക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ശബ്ദമാണെന്ന് തോന്നുന്നു. വീണ്ടും സൈക്കിൾ കേടാവും. അപ്പം നമുക്ക് ഇന്ന് രാവിലെ നടക്കാൻ എനിക്ക് വയ്യ. പക്ഷെ വേറെ നിവർത്തിയില്ല. സ്കൂൾ അടച്ചെന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ സ്കൂൾ അടച്ചിട്ട് ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. അപ്പം നമുക്ക് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട്, അതിൻ്റെ താഴെ വരെ പോകണം കേട്ടോ. ഫ്ലൈ ഓവർ വരെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുവരെ നമുക്ക് ഈ ദുബായ് ഷാർജ തമ്മിലുള്ള ഒരു കൊളാശായിരിക്കും. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, ദൂരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സൈക്കിൾ കടയുണ്ട്, അവിടെ പോയിട്ട് ചോദിക്കാം. സൈക്കിൾ ടയർ പഞ്ചറായിരുന്നു. ഞാൻ പഞ്ചർ ഇവിടെ നിന്ന് ഒട്ടിച്ചിട്ട് ഒരാഴ്ച പോലും നിന്നില്ല. പുള്ളി പറഞ്ഞ് ചൂട് കാരണം പൊട്ടിപ്പോയതായിരിക്കുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. ടയർ വീണ്ടും പഞ്ചറായെന്ന് പറയാം. पंचर हो गया वापस. कितना हो जाएगा? हैं? हाँ 60. कमटी वाला नहीं है? नॉर्मल कितने हैं? कितने हैं? 50. ऐसे तो 60 अच्छा वाला ले सकते हैं ना. कंपनी पे बोलने के लिए ये वाला कितने हैं? 60. ये 60 ठीक है. ये डालेगा तो 1 साल के लिए. ओके ठीक है. ओके വൈകിട്ട് ഇനി സൈക്കിൾ എടുത്തിട്ട് വരണം. അല്ലേ പിന്നെ ഇങ്ങനെ നടക്കേണ്ടി വരും. നടന്ന് പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഞാനാണെങ്കിൽ എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ സാറ്റർഡേ പോയില്ല. അപ്പോൾ പിന്നെ വയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് വരുമ്പോൾ സൈക്കിൾ എടുത്തിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് ട്യൂബ് വാങ്ങണം. അല്ല ട്യൂബല്ലല്ലോ, അല്ല ടയറും വാങ്ങണം. ടയർ മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലെന്നില്ലേ പുള്ളി പറഞ്ഞു. 1 വർഷത്തേക്കിനും പിന്നെ പ്രശ്നം കാണത്തില്ല. ഇതിപ്പോൾ 1 വർഷത്തിനുള്ളിൽ നമ്മൾ എത്ര വട്ടം ഈ സൈക്കിൾ മാറ്റണം? ചൂട് കാരണം പനയുടെ ഒരു സൈഡൊക്കെ കഴിഞ്ഞു. ഞാൻ ഇട്ട സൺസ്ക്രീമൊക്കെ ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് പോലായിട്ട് ഇല്ല, കുട്ടിയടിച്ച പോലെ നമുക്ക് തുടച്ചോളാം. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് എനിക്കറിയില്ല. സൺസ്ക്രീം ഇടുക, അത് മൊത്തം പോവാം. ഇപ്പം ഈ ആൾക്കാർ സൺസ്ക്രീം ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് മൊത്തം പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്? എന്തുവന്നാലും എൻ്റെ മോന്തിക്കത്തെ മൊത്തം പോയി. ഈ എൻ്റെ സൺസ്ക്രീമിൻ്റെ കുഴപ്പമായിരിക്കും. അയ്യോ ഭയങ്കര ചൂടാണ്. ഞാൻ ഇന്ന് എൻ്റെ കുട റിപ്പയർ ചെയ്തിട്ട് ഈ കുട 1 വർഷമായി. അപ്പോൾ കുട 1 വർഷമായെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇതിൻ്റെ ഈ സൈഡിലത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ഇളകിപ്പോയി. അപ്പോൾ പിന്നെ ഒറ്റക്കാലിനെ പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ തയ്ച്ചു. എൻ്റെ കയ്യിൽ സൂചിയൊന്നുമില്ലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് തയ്ച്ചിട്ട് ശരിയാക്കി. അപ്പം ഇത്തിരി വൃത്തിയുണ്ട് എൻ്റെ കുട. കണ്ട എങ്ങും ഒടിഞ്ഞിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തുന്നാനുള്ള മടി കാരണം സേഫ്റ്റി പിൻ ഇങ്ങനെ പൊരുത്ത് വെക്കുമായിരുന്നു. അതിൽ ഹോളുണ്ടല്ലോ, ഹോളിൽ നിന്നാണല്ലോ ഈ തയ്യൽ വിട്ടു പോകുന്നത്. അപ്പം ഞാൻ ഇരുന്ന് തയ്ച്ചിട്ട് വന്നു. സമയമുണ്ടായിരുന്നു. എന്നോട് അപ്പുറം നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അപ്പുറം നിന്നിട്ട് വെറുതെ വന്നില്ലല്ലോ. അവിടെ വരെ പിന്നെ നിന്നിട്ട് കാര്യമില്ല, ചൂടല്ലേ. നടക്കുമ്പോൾ അറിയത്തില്ല, നിൽക്കുമ്പോൾ അയ്യോ ഈ റോഡിൽ നിന്ന് അങ്ങ് ചൂട് മേപ്പോട്ട് കയറും.
അതിലും പേരെ നടക്കുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് നടക്കാണ്. നടന്ന് വരുമ്പോഴത്തേനും അവൻ എത്തുമായിരിക്കും. എന്താന്നേലും കുളിച്ച് ഇനിയിപ്പോൾ പുറത്ത് നടക്കാം. ചെന്നിട്ട് മുഖം കഴുകാം. അതേ നടക്കത്തുള്ളൂ. ഭയങ്കര ചൂട്. ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ചൂട് കാണുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി സെപ്റ്റംബർ വരെ സഹിക്കണമല്ലോ. തണുപ്പാണെങ്കിൽ പിന്നെ നടക്കാനും പറ്റില്ല. തണുപ്പാണെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്ക് കുഴപ്പമില്ലല്ലോ. കുടയൊന്നും പിടിക്കേണ്ട, ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷെ ഇതാണെങ്കിൽ കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല. വേറെ ജില്ല എന്നുള്ള സിനിമ ഡയലോഗ് പറയേണ്ട വരും. അതുപോലെ ചൂട്. ഇതാണ് അടുത്ത പെഡസ്റ്റൽ. ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഈ പെഡസ്റ്റലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ വരുമായിരിക്കും. ബിൽഡിങ്ങിൻ്റെ തണലുണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലുമേ ഇവിടെ നിന്നപ്പോഴത്തേക്കിന് ചൂട് താഴെ ഭൂമിയിൽ നിന്ന് ചൂട് വേർപ്പെട്ടാണ്. ആകാശത്തൊന്നല്ലേ തപ്പിട്ട് വരും. ഒരു കസേര ആരില്ല ഇവിടെ തന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാറ്. തിരികം വളർന്ന് എടുക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ മൂക്കിലൊക്കെ എന്തൊരു പാടാ. കുട കുറച്ചു നേരം മടക്കി വെക്കാം. ഇവിടെ ആണെങ്കിൽ കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ തണലാണ് ഇങ്ങനെ. അങ്ങനെ പോകണ്ട ഞാനാ. എൻ്റെ സൈക്കിൾ എന്ത് ചെയ്യുന്നു. അതാണ് നാഷണൽ പെയിൻറ്റിൻ്റെ കേട്ടോ. ഇവിടുന്ന് തുടങ്ങാം. അല്ല, ഇവിടെ നിന്നല്ല, അവിടുന്നേ തുടങ്ങുന്നതാണ്. നമ്മുടെ അവിടെ ചെന്നാണ് നിൽക്കുന്നത്. നാഷണൽ പെയിൻറ്റ് വയ്ക്കാൻ പറ്റാത്ത അതല്ല. ഞാനോർത്തു നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ ആൾക്കാർ ഓരോ വണ്ടി പോകുന്ന വരെ നമ്മളെ ഇവിടെ തന്നെ നിർത്തും. അതുപോലെ നോട്ടമാണ്. ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരു മനുഷ്യന് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. എന്തെടുക്കുവാണെന്നാണോ നോക്കുന്നത്? പപ്പക്കാരും നോക്കിപ്പോയാൽ പോരെ. അവൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലൈ ഓവർ ഒന്ന് കയറി നോക്കിയാലോ. നല്ല വ്യൂ ആയിരിക്കും. ഫ്ലൈ ഓവർ എല്ലാം പെഡസ്റ്റൽ. കയറി നോക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വണ്ടി പോകുന്ന കാണാമായിരുന്നു. ആണോ വന്നിട്ടുണ്ടെങ്കിൽ കിടന്ന് അലയ്ക്കും. വേഗം ചാടി കയറിയിട്ട് ഇറങ്ങി വന്നാലോ. ഇന്നലെ ഞാൻ ചെയ്ത നെയിലാട്ടം കണ്ട് ഇളകിപ്പോയി.